ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യ, ഇപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. അതുപോലെ തന്നെ വലുപ്പത്തിൽ 7ാം സ്ഥാനം, ഇന്ത്യക്ക് വലുപ്പത്തിൽ 7ാം സ്ഥാനമാണുള്ളത് കേട്ടോ. ലോകരാജ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. അതുപോലെ തന്നെ ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1ാമതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമെന്ന് ചോദിച്ചാൽ ആൻസർ ഇന്ത്യയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ആൻസർ എന്താണ്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ 552 ലോക്സഭാ മണ്ഡലങ്ങൾ, 552 ലോക്സഭാ സീറ്റുകൾ, 250 രാജ്യസഭാ സീറ്റുകൾ. ഇന്ത്യയിൽ 552 ലോക്സഭാ സീറ്റുകൾ, അതുപോലെ തന്നെ 250 രാജ്യസഭാ സീറ്റുകൾ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ആൻസർ രാജസ്ഥാനാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഗോവയാണ്. ഏതാണ്? ഗോവയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്തരേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്തരേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? രാജസ്ഥാനാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്തരേന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകവുമാണ്. ഏതാണ്? കർണാടകവുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. അതുപോലെ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ദേശീയ നദി ഗംഗയാണ്. ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ദേശീയ മത്സ്യം ഏതാണ്? അയല. ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ്? അയലയാണ്. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. ദേശീയ ഭാഷ ഹിന്ദിയാണ്. ദേശീയ ഗാനം ഏതാണ്? ജനഗണമന. ജനഗണമനയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. അതുപോലെ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാൽ. ദേശീയ വൃക്ഷം പേരാലാണ്. ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ്? ആൻസർ ഭരതനാട്യമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ സ്തംഭം ഏതാണ്? അശോക സ്തംഭം. ഇന്ത്യയുടെ ദേശീയ സ്തംഭം ഏതാണ്? അശോക സ്തംഭം. ദേശീയ പതാക ത്രിവർണ പതാക. ദേശീയ പതാക ഏതാണ്? ത്രിവർണ പതാകയാണ്. അതുപോലെ തന്നെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. ദേശീയ വൃക്ഷം പേരാലാണ്. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? ഇന്ത്യയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. പെട്ടെന്ന് 2 ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയാമോ? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്. 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ നമ്മൾ
ഇന്ത്യയെക്കുറിച്ചുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാ പരീക്ഷകൾക്കും ഉപകരിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഓർത്തു വച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെ ഉപകാരപ്പെടും, ആ പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെട്ടേക്കാം.